ഗാസയിലേക്ക് സഹായങ്ങളുമായി എത്തിയ ഫ്ലോട്ടിലേക്ക് നേരെ ആക്രമണം. സ്ഫോടനങ്ങൾ ഉണ്ടായെന്നും തങ്ങളുടെ ബോട്ടുകൾക്ക് നേരെ ഡ്രോണുകൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ആക്ടിവിസ്റ്റുകൾ അറിയിച്ചു. ഗാസയിലേക്ക് സഹായങ്ങളുമായി ആക്ടിവിസ്റ്റുകൾ സഞ്ചരിക്കുന്ന ഫ്ലോട്ടിലേക്ക് നേരെയാണ് ആക്രമണം നടന്നത്. സ്ഫോടനങ്ങൾ ഉണ്ടായെന്നും തങ്ങളുടെ ബോട്ടുകൾക്ക് നേരെ ഡ്രോണുകൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ആക്ടിവിസ്റ്റുകൾ അറിയിച്ചു. നിലവിൽ ഗ്രീസിനടുത്താണ് ഫ്ലോട്ടിലുള്ളത്. 10ഓളം സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. നിരവധി ഡ്രോണുകൾ തിരിച്ചറിയാനാകാത്ത സാധനങ്ങൾ നിക്ഷേപിച്ചു. ആശയവിനിമയങ്ങൾ തടസ്സപ്പെട്ടു. നിരവധി ബോട്ടുകളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടു എന്നൊക്കെയാണ് ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ സൈക്കോളജിക്കൽ ഓപ്പറേഷന് തങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണെന്നും പക്ഷേ ഭയപ്പെടില്ലെന്നും ആക്ടിവിസ്റ്റുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ബോട്ടുകൾ ആക്രമിക്കപ്പെട്ടതായി ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസമിൻ അഗർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലും പറയുന്നുണ്ട്. 15 മുതൽ 16 ഡ്രോണുകൾ കണ്ടെന്നും റേഡിയോകൾ സ്തംഭിച്ചെന്നും പറയുന്നുണ്ട്. സ്പെക്ടർ ബോട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഫ്ലോട്ടിലയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയിൽ സ്ഫോടനം വ്യക്തമായി കാണാം. ഗാസയിലേക്കുള്ള അനധികൃത ഉപരോധം തകർക്കാൻ കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ളവർ ഗാസയിലേക്ക് പുറപ്പെട്ടത്. നിലവിൽ 51 ചെറു കപ്പലുകളാണ് ഫ്ലോട്ടിലയുടെ ഭാഗമായുള്ളത്. ഫ്ലോട്ടിലയെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് തിങ്കളാഴ്ച വീണ്ടും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ജൂണിൽ ഗാസയിലേക്ക് പ്രവേശിക്കാനുള്ള ആക്ടിവിസ്റ്റുകളുടെ നീക്കത്തെയാണ് ഇസ്രയേൽ തടഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.